സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കും, നമ്മൾ സാധാരണ വീട്ടിൽ അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങ് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ വാക്യങ്ങളാണ്. അപ്പോൾ ഇതിനെ മലയാളം വാക്യങ്ങളാണ് ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഇംഗ്ലീഷ് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് തന്നെ നമുക്ക് പല രീതിയിൽ പറയാൻ വേണ്ടി പറ്റും, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഫോമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന 1000 ലൈക്കാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ പഠിച്ച ഒരു വാക്യമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. നമുക്ക് ശ്രദ്ധിക്കാം, ഇതിന് എത്ര രൂപയാണ്? നമ്മൾ കടയിലൊക്കെ പോയി ചോദിക്കുന്നത് ഇതിന് എത്ര രൂപയാണ്? ഹൗ മച്ച് ഈസ് ഇറ്റ്? ഹൗ മച്ച് ഈസ് ഇറ്റ്? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഹൗ മച്ച് ഈസ് ഇറ്റ്? ഹൗ മച്ച് ഈസ് ഇറ്റ്? ഞാൻ അങ്ങനെ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. കറക്റ്റ്. I have never thought of that before. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നെവർ എന്നുള്ളത് അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചിന്തിച്ചിട്ട് ഇല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടി, അല്ലേ? നമ്മൾ ചാപ്റ്റർ 6 ഇത് പഠിച്ചത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. I have never thought of that before. ഇയാളെ നീ എൻ്റെ കൂട്ടുകാരൻ വിൻസെൻറ്റിനെ കണ്ടായിരുന്നു. Correct. Have you seen my friend Vincent recently? നീ ഇന്നലെ രാത്രി എവിടെ പോയതായിരുന്നു? Correct. Where did you go last night? അപ്പോൾ ഇന്നലത്തെ കാര്യമാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ക്വസ്റ്റ്യനും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ ചാപ്റ്റർ 7 ഇത് പഠിച്ചതുമാണ്, അല്ലേ? ഇന്നലെ രാത്രി എനിക്ക് എന്നാ പറ്റിയെന്ന് നീ വിശ്വസിക്കത്തില്ല. You are not going to believe what happened to me last night. അവൻ എന്നാ പറ്റിയെന്ന് നിനക്കറിയോ? Do you know what happened to him? വേറെ ആരാണ് നിന്റെ കൂടെ വരുന്നത്? Who else is coming with you? നമുക്ക് പിന്നെ കാണാം. Let's meet up later. എന്നെ സഹായിച്ചതിന് വളരെ നന്ദി കേട്ടോ. Thank you so much for your help. Very much എന്ന് പറയാം. Thank you so much for your help. നീ തമാശ പറയായിരിക്കും, അല്ലേ? You must be joking. അല്ലെങ്കിൽ you must be kidding. പുറത്ത് നല്ല ഇരുട്ടാവുന്നുണ്ട്. It's getting dark outside. നമുക്ക് ഊണിന് മുമ്പ് ഒരു സിനിമ കാണാം. Let's watch some movie before lunch. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കിടക്കുന്നതിന് മുമ്പാണെന്ന് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. Let's watch some movie before bed. Before going to bed എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബിഫോർ ബെഡ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആണ്. അത്രയും പറഞ്ഞാൽ മതി, അല്ലേ? ഇനി ഞാൻ അവനെ വിശ്വസിക്കത്തില്ല. Correct. I will never trust him again. ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലാണ്. I'm very busy today. നിന്റെ പ്രശ്നം എന്താണ്? What's your problem? നീ എന്താണ് സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. I have no idea what you are talking about. എനിക്ക് കുറച്ച് കഴിഞ്ഞ് കടയിലൊന്ന് പോകണം. I need to go to shop later on today. കട എപ്പോഴാണ് തുറക്കുന്നത്? What time does the shop open? ഫോണിലൊന്ന് അലാറം വെക്കണം. I need to set an alarm on my mobile phone. അല്ലെങ്കിൽ ജസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മൊബൈൽ എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? I need to set an alarm on my mobile phone. നല്ല കാലാവസ്ഥ, നമുക്കൊന്ന് നടക്കാൻ പോയാലോ? It's such a lovely day. Shall we go for a walk? അവിടെ നല്ലൊരു ദിവസം എന്നാണല്ലോ ഈ ലവ്ലി ഡേ എന്ന് പറയുന്നത്. പക്ഷേ സത്യത്തിൽ നല്ലൊരു കാലാവസ്ഥയാണല്ലോ അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. It's such a lovely day. Shall we go for a walk? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.